കോമ്പസിൻ്റെ 2 വർക്കായിരുന്നു കംപ്ലീറ്റ് ആയത്. ഒന്ന് ഒരു ഹൈ പ്രഷർ പമ്പ് ലീക്കായിട്ട് വന്നു. പിന്നെ പെയിൻറ്റിങ് ആക്സിഡൻ്റൽ റിപ്പയർ ആൻഡ് പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. ഇത് കമ്പനിയിൽ റീപ്ലേസ്മെൻറ്റ് പറഞ്ഞ പീസാണ്. നമ്മൾ റീപ്ലേസ് ചെയ്തില്ല, പെയിൻറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പം ഇതിൻ്റെ പമ്പ് റീപ്ലേസ്മെൻറ്റ് അത്യാവശ്യം നല്ല പണിയായിരുന്നു. 62,000 രൂപ ഇതിന് പമ്പിന് വില വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നമുക്ക് യൂസ്ഡ് പമ്പ് ലഭ്യമാണ് വിത്ത് വാറണ്ടി, പിന്നെ അല്ലാതെ പുതിയതെങ്കിൽ. അപ്പോൾ അതൊരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന നിലയ്ക്കാണ് ഞാൻ ഈ കാര്യം പറയാൻ കാര്യം. ഇത് മാത്രമല്ല, ഇത് കുറേ നാളായിട്ട് ഈ ഓയിൽ ഡീസൽ ലീക്ക് ഉണ്ടായിട്ട് ബെൽറ്റും ടെൻഷനും ഒരു നന്നായിട്ട് നനഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ആ ബെൽറ്റും ടെൻഷൻ റീപ്ലേസ് ചെയ്ത് വിടാൻ പറ്റത്തില്ല. പിന്നെ പെയിൻറ്റിങ്, നമുക്ക് വർഷങ്ങളായിട്ട് പെയിൻറ്റിംഗ് ഉണ്ട്. ഒരു രീതിയിലുള്ള കളർ മിസ്മാച്ചോ കാര്യങ്ങളോ ഇല്ലാതെ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് അങ്ങനെയും ചെയ്യാം, അല്ലാതാണെങ്കിൽ അല്ലാതെയും ചെയ്യാം. അപ്പോൾ ഇതാണ് പമ്പ്. ഇത് സൈഡ് കംപ്ലീറ്റ് ഗ്രൈൻഡായി പോയിരുന്നു. ഇത് പുതിയ പമ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഹൈ പ്രഷർ പമ്പ്, ജീപ്പിൻ്റെ എന്ത് വർക്കിന് നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഈ നമ്പർ നിങ്ങൾ സേവ് വെച്ചോളൂ, ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ. ജീപ്പ് കസ്റ്റമേഴ്സ് ഉള്ളവരും പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പേജ് സജസ്റ്റ് ചെയ്താൽ അവർക്ക് ഒരു പക്ഷെങ്കിലും ഉപകാരപ്പെട്ടേക്കാം. ഹൈ പ്രഷർ പമ്പ് റീപ്ലേസ്മെൻറ്റ് അത്യാവശ്യം നല്ലൊരു പണിയുള്ള കേസാണ്. ഇത് നമ്മൾക്ക് ഒരുപാട് പണിയുണ്ട്. മറ്റുള്ള വണ്ടികളെ പോലെയല്ല, മറ്റുള്ള വണ്ടികൾക്കും പണിയില്ല എന്നല്ല, എങ്കിലും കുറച്ചുകൂടെ മെനക്കെട്ട പണിയാണ് ഇതിൻ്റെ പണിയെന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ഈ ബെൽറ്റും ടെൻഷനും എല്ലാം നന്നായിട്ട് ഷോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ബെൽറ്റും ടെൻഷനും എല്ലാം റീപ്ലേസ് ചെയ്താൽ വിട്ടു. കാര്യം അല്ലാത്ത പക്ഷം അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ജീപ്പ് ഉപയോഗിക്കുന്ന ഡീസൽ വണ്ടികൾ ഉപയോഗിക്കുന്ന എല്ലാവരും ഓയിൽ ലീക്കും ഡീസൽ ലീക്കും ഉണ്ടോ എന്ന് മസ്റ്റായിട്ടും ചെക്ക് ചെയ്തിരിക്കണം. അങ്ങനെ ഒരു പനിപ്പെങ്കിലും ഒരു ചെറിയ ലീക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് സർവീസ് സെൻ്ററിലോ അല്ലെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്യണം. ഇല്ലാത്ത പക്ഷം അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകും. കാര്യം നല്ലതായിട്ട് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്, ഡീസൽ വണ്ടികൾ കിട്ടുന്നുണ്ട് ഈ കോമ്പസിന്. അപ്പം നല്ല ഓട്ടോ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ കൂട്ടത്തിൽ വാഹനങ്ങൾ ശ്രദ്ധിക്കുക. ബോഷിൻ്റെ പമ്പാണ് ഇതിന് വരുന്നത്. അപ്പം ഈ വണ്ടിയുടെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞു. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല. ഇത് ഞാൻ സ്റ്റാഫിനെ കൂടെ എടുപ്പിച്ചൊരു വീഡിയോ ആണ്. അപ്പം ഇതിൻ്റെ പെയിൻറ്റിങ് വർക്കും കംപ്ലീറ്റ് ആയി. കോമ്പസിൻ്റെ സർവീസോ പെയിൻറ്റിങ്ങോ ആക്സിഡൻ്റൽ വർക്കോ എന്തിന് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നിലയ്ക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ ഫുള്ള് നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയില്ല, വർക്ക് കഴിഞ്ഞ വീഡിയോ ആണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.